കുന്നംകുളം പ്രസ് ക്ലബിന്റെ സംസ്ഥാനതല മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് വീണ്ടും അഭിമാന നിമിഷം. മെമ്പറും കേരള കൗമുദി റിപ്പോർട്ടറുമായ ടി ഡി ഫ്രാൻസിസിന് അച്ചടി മാധ്യമ വിഭാഗത്തിൽ പുരസ്കാരം. ദൃശ്യമാധ്യമ വിഭാഗം അവാർഡ് കണ്ണൂർ വിഷൻ ചാനലിലെ ഷാരിമ രാജൻ അർഹയായി. അച്ചടി മാധ്യമത്തിൽ കേരള കൗമുദി വടക്കാഞ്ചേരി ലേഖകൻ ടി ഡി ഫ്രാൻസിസും, ദൃശ്യ മാധ്യമ വിഭാഗത്തിൽ കണ്ണൂർ വിഷൻ ചാനലിലെ ഷാരിക രാജനുമാണ് 2024 കുന്നംകുളം പ്രസ് ക്ലബിന്റെ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ളത്. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് ജേതാക്കൾക്ക് നൽകുന്നത്. വിരിപ്പാക്കം സ്പിന്നിംഗ് മില്ലിനെ സംബന്ധിച്ചുള്ള വാർത്താ പരമ്പരയ്ക്കാണ് ഫ്രാൻസിസിന് പുരസ്കാരം. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് കട്ടക്കുളം നിവാസികൾ അരപ്പൊക്കം വെള്ളത്തിൽ മൃതദേഹം കൊണ്ടുപോകേണ്ടി വരുന്ന ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിനാണ് ഷാരിമയ്ക്ക് അവാർഡ് ലഭിച്ചത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മെയ് മാസം കുന്നംകുളത്ത് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. മാധ്യമ പുരസ്കാരത്തിനൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ മികച്ച പ്രസിഡന്റ്, മികച്ച ജനപ്രതിനിധി എന്നിവർക്കും ഈ വർഷം പുരസ്കാരം നൽകുന്നുണ്ട്. പ്രസ് ക്ലബ് പരിധിയിലെ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരെ പരിഗണിച്ച പുരസ്കാരത്തിന് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായും കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ മികച്ച ജനപ്രതിനിധിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാള മനോരമ ലേഖകൻ C ഗിരീഷ് കുമാർ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് സംസ്ഥാനത്ത് ആദ്യമായി പുരസ്കാരം ഏർപ്പെടുത്തിയ കുന്നംകുളം പ്രസ് ക്ലബിന്റെ 20ാമത് മാധ്യമ പുരസ്കാരമാണ് ഫ്രാൻസിസിനും ഷാരിമയ്ക്കും ലഭിച്ചതെന്ന് ഭാരവാഹികളായ ജോസ് മാളിയേക്കൽ, MM മുഹമ്മദ് അജ്മൽ, മുകേഷ് കൊങ്ങണൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.